രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കർക്കിടക മാസത്തിലെ ആദ്യ ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണത്തോടെയാണ് രാമായണ മാസാചരണം ആരംഭിച്ചത്. കനത്ത മഴ പെയ്യുന്ന കർക്കിടകത്തിൽ രാമായണ പാരായണത്തിലൂടെ ആത്മീയവും മാനസികവുമായി സൗഖ്യം നേടിയിരുന്ന പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർക്കിടകം 1 രാവിലെ കനത്ത മഴ പെയ്തെങ്കിലും രാവിലെ മുതൽ ക്ഷേത്ര ദർശനത്തിനും ഭക്തജന തിരക്കേറിയിരുന്നു. ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ രാമായണ പാരായണം ആരംഭിച്ചു. വിശേഷാൽ പൂജകളും നടന്നു. ഭവനങ്ങളിലും രാവിലെ മുതൽ രാമായണ പാരായണം ആരംഭിച്ചു. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കർക്കിടകത്തിൽ പാരായണം ചെയ്യുന്നത്. ശബ്ദഭംഗിയോടെ അർദ്ധസമ്പുഷ്ടമായ രാമായണം ഒരു മാസക്കാലം കൊണ്ട് മുഴുവൻ വായിച്ചു തീർക്കുകയാണ് ലക്ഷ്യം. ഇതോടൊപ്പം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ രാമായണ സത്സംഗങ്ങളും കർക്കിടകം 1 ആരംഭിക്കുകയാണ്. സന്ധ്യയ്ക്ക് ഭവനങ്ങളിൽ ഒത്തുചേർന്ന് രാമായണം വായിക്കുകയും പ്രാർത്ഥനാ ഗീതങ്ങൾ ചൊല്ലുകയും ചെയ്തുകൊണ്ടാണ് സത്സംഗങ്ങൾ നടക്കുന്നത്. കർക്കിടകം ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കും ആത്മവിചിന്തനത്തിനും പ്രാധാന്യം നൽകുന്ന മാസമായാണ് വിശ്വാസികൾ ആചരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ, ഗണപതി ഹോമം, രാമായണ പാരായണം, അന്നദാനം, ഭജന, സത്സംഗം തുടങ്ങിയ പരിപാടികളും ആദ്യ ദിനത്തിൽ നടന്നു. രാമപുരത്തെ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനത്തിനും ആദ്യ ദിനത്തിൽ തന്നെ ഭക്തജനങ്ങളുടെ തിരക്കേറിയിരുന്നു. രാമകഥയുടെ ശ്രവണ പുണ്യവുമായി ആത്മീയ ഉണർവിന്റെയും ഭക്തിയുടെയും നിറവിൽ ഒരു മാസക്കാലം നീളുന്ന രാമായണ മാസാചരണത്തിനാണ് തുടക്കമായത്.